മിന്നുവിൻ്റെ സ്കൂളിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണേ. അവളുടെ കയ്യിലിരുന്ന നീല ജീൻസിൻ്റെ ഇറക്കം കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി നീളമുള്ള നല്ല ലെങ്ത്തുള്ള ജീൻസ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ നമ്മളിതാ ഈ പോകുന്നത്. അപ്പോൾ കടയിൽ ചെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഒരെണ്ണം പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു, ആളത് പെട്ടെന്ന് എടുത്തു. അപ്പോൾ ഈ കട എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് വരെയുള്ള പിള്ളേർക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടയാട്ടോ. നല്ല രസമുണ്ട്, പിള്ളേരുടെ മാത്രം കടയായതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ പല വെറൈറ്റിയിൽ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വളരെ റെയറായിട്ടല്ലേ കാണാൻ കിട്ടുള്ളൂ. മലയാളികളൊന്നും ഇതങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടില്ല, പക്ഷേ ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാർ അധികം എന്താ ഇതേപോലെ ഡ്രസ്സൊക്കെ ഇടാറുണ്ട് കേട്ടോ. അതും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വരുന്നത് കാണാം. അതുമാത്രമല്ല നമ്മുടെ ഈ കുഞ്ഞു മക്കളൊക്കെ ഇതേപോലെ വെറൈറ്റി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. സാധാരണ ഡ്രസ്സൊക്കെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ഉണ്ടാവും. അത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നാളെ മിന്നുവിന് ഫ്രൂട്ട് ബ്രേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഫ്രൂട്ട്സും കൂടി ഞാൻ മേടിക്കുന്നുണ്ട്. ഇതിപ്പോൾ പഴം അത്രയ്ക്കാണ് പഴുത്തിട്ടില്ല. ഒരുപാട് പഴുത്ത പഴമൊക്കെ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് അത് കേടായി പോകും. കേടായി പോകുമെന്ന് പറഞ്ഞാൽ തൊലി അങ്ങോട്ട് കറുത്തു പോകും, പിന്നെ എന്ത് ചെയ്ത പിള്ളേരോട്ട് കഴിക്കുകയില്ല. അതുകൊണ്ട് അത്രയാണ് പഴുക്കാത്ത പഴം നോക്കി ഞാൻ മേടിച്ചതാട്ടോ. വന്ന വഴി തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമ്മൾ മേടിച്ച് വെച്ച ഫ്രൂട്ട്സൊക്കെയും ഒന്ന് എടുത്ത് വെക്കണം. ഇങ്ങോട്ടേക്കാണെങ്കിലും മഴയൊക്കെ ചെറുതായിട്ട് മാറിയെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം അങ്ങനെ മഴയൊന്നും പെയ്യാറില്ല, ഇടയ്ക്കും തലയ്ക്കായിട്ട് ഇങ്ങനെ ചാറി ചാറി പെയ്തുകൊണ്ടേ ഇരിക്കണുള്ളൂ. വലിയ മഴയൊക്കെ പെയ്തിട്ട് 4-5 ദിവസമായെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ കടയിൽ പോയതിൻ്റെ പേരിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. കാരണം മന്നയ്ക്ക് ഡ്രസ്സൊന്നും മേടിച്ചില്ല, മിന്നുവിന് മാത്രം അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ട് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നതാട്ടോ. അപ്പോൾ എനിക്ക് മാത്രം ഡ്രസ്സൊക്കെ മേടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വലിയ യുദ്ധം തന്നെ അവൾ നടത്തുന്നുണ്ട്. കടയിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറിയപ്പോൾ മുതൽ ചെറിയ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വീട്ടിലെത്തിയപ്പോൾ അത് കുറച്ചും കൂടി രൂക്ഷമായെന്ന് മാത്രം. ഇനി ഒരു സമാധാന ചർച്ചയ്ക്ക് വല്ല വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.